ആ മാസം കിട്ടുന്ന 7,000 രൂപ അത് നിന്നു. നമ്മുടെ സേഫ് സോണുകളെല്ലാം പൊളിഞ്ഞു. സഹായിക്കേണ്ട പലരും കൈ വലിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ താമസിക്കുന്ന വീട്ടിലും നമ്മുടെ സഹോദരന്മാർക്കൊക്കെ നമ്മൾ അധികപ്പറ്റായിട്ട് മാറും. സ്വത്രം പറഞ്ഞേ, ഇത് നമ്മളെ ദൈവം ചിലത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. സ്വത്രം പറഞ്ഞേ, അവരുടെ കുഴപ്പം കൊണ്ടല്ല, അവർ വിശ്വാസികൾ അല്ലാത്തത് കൊണ്ടൊന്നുമല്ല. നിങ്ങൾ തനിയെ നിൽക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവം മോശയെ ഹോരേബിന്റെ താഴ്വാരത്തോളം തനിയെ കൊണ്ടുവന്നതുപോലെ കൊട്ടാരത്തിന്റെ അകത്തുനിന്ന് മിസ്രൈമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിൻ നിന്ന വലിയ ധനമെന്ന് കണ്ടിറങ്ങുവാൻ മോശ തയ്യാറായതുപോലെ പറയാം, സേഫ്സോണുകളെ ദൈവം പൊളിക്കും. നീ എവിടെയെങ്കിലും ആശ്രയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആശ്രയത്തെ ദൈവം പൊളിച്ചിട്ട് ഇന്ന് പകൽ നീ എന്നിൽ ആശ്രയിക്കാൻ. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുക, ആ കൈ തന്ന് സഹായിച്ച പലരും കൈ വിട്ടേച്ചു പോകോ, അവൻ മാറി നിൽക്കോ, മുഖം മറച്ചു കളയോ, നിനക്കെതിരെ അപവാദം പറയോ, കുറ്റപ്പെടുത്തോ അവൻ. പക്ഷെ നീ തളരരുത്. ഉയരത്തിലൊരു ദൈവം ഉണ്ട്. അവൻ നിന്നെ വിളിച്ചെങ്കിൽ അവന്റെ വിളിയാലുള്ള ആശയോ, അവന്റെ വിശുദ്ധന്മാര്, അവന്റെ അവകാശത്തിന്റെ മഹിമാതരം, അവന്റെ അവകാശത്തിന്റെ മഹിമാതരം നീ അറിയാം.